സംഭൽ കലാപത്തിലെ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടിനെ സ്വാഗതം ചെയ്ത് വിശ്വ ഹിന്ദു പരിഷത്ത് രംഗത്ത്. കുറ്റവാളികൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്ന് VHPയുടെ ജോയിന്റ് ജനറൽ സെക്രട്ടറി ഡോക്ടർ സുരേന്ദ്ര ജെയിൻ ആവശ്യപ്പെട്ടു. ഉത്തർപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ സംഭൽ കലാപം വീണ്ടും ചർച്ചയാക്കുന്നത് സമാജ്വാദി പാർട്ടിയെ പ്രതിരോധത്തിലാക്കുകയാണ്. അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടിൽ പരാമർശമുള്ള ഗൂഢാലോചനയിൽ പങ്കുള്ളവരെയും അവരെ സംരക്ഷിച്ച രാഷ്ട്രീയ നേതാക്കൾ അടക്കമുള്ളവർക്കെതിരെയും നടപടി സ്വീകരിക്കണമെന്നാണ് VHPയുടെ ആവശ്യം. ഷാഹി ജമാ മസ്ജിദിൽ കോടതി ഉത്തരവിനെ തുടർന്ന് സർവേ തടയുന്നതിനായുണ്ടായ അക്രമം യാദൃച്ഛിക സംഭവമല്ലെന്നും മുൻകൂട്ടി ആസൂത്രണം ചെയ്ത ഗൂഢാലോചനയുടെ ഭാഗമാണെന്നും കമ്മീഷൻ വ്യക്തമായി കണ്ടെത്തിയിട്ടുണ്ടെന്ന് VHP നേതാവ് സുരേന്ദ്ര ജെയിൻ ചൂണ്ടിക്കാട്ടി. मंदिर तोड़कर उसके ऊपर मस्जिद बनाई गई। न्यायालय ने आदेश दिया कि सर्वे होना चाहिए। सत्य क्या है ये सामने आना चाहिए। संभल का पुराना इतिहास है दंगों का, हिंदुओं पर हमले करने का, मंदिरों पर कब्जा करने का, मंदिरों पर मस्जिद बनाने का और वहां हिंदुओं को पलायन के लिए मजबूर करने का. സമാജ്വാദി പാർട്ടി MP സിയാഉർ റഹ്മാൻ ബർക്ക്, MLA ഇക്ബാൽ മഹ്മൂദിന്റെ മകൻ സുഹൈൽ ഇക്ബാൽ, ജമാ മസ്ജിദ് ഇന്തിസാമിയ കമ്മിറ്റിയിലെ അംഗങ്ങൾ തുടങ്ങിയവർ വ്യാജപ്രചരണം നടത്തി ജനക്കൂട്ടത്തെ പ്രകോപിപ്പിച്ച് ആക്രമണം സൃഷ്ടിച്ചതായി അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടിലുണ്ട്. കല്ലേറ്, തീവയ്പ്, വെടിവെപ്പ്, പോലീസിനെതിരായ ആക്രമണം എന്നിവ അരങ്ങേറിയ കലാപത്തിൽ 4 പേർ കൊല്ലപ്പെടുകയും 28 പോലീസുകാർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. മരിച്ചവരുടെ ശരീരത്തിൽ കണ്ടെത്തിയ വെടിയുണ്ടകൾ പോലീസിന്റേതല്ലെന്നും ഗൂഢാലോചനക്കാരുടെ ആക്രമണത്തിന്റെ ഫലമായിരുന്നുവെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുവെന്ന് സുരേന്ദ്ര ജെയിൻ പറഞ്ഞു. उन्मादी लोगों की भीड़ ने 24 से अधिक पुलिस कर्मियों को घायल कर दिया था। 4 लोगों की हत्या भी हो गई थी। इस दंगे को करवाने वाले कौन, इस हिंसा का षड्यंत्र किसने रचा, इन सब की जांच के लिए न्यायमूर्ति देवेंद्र अरोड़ा की अध्यक्षता में उत्तर प्रदेश सरकार ने एक आयोग की स्थापना की। उस आयोग ने विस्तृत जांच की और उसकी जांच रिपोर्ट बुधवार को विधानसभा के पटल पर रखी गई. ഇത് ഒറ്റപ്പെട്ട സംഭവമല്ലെന്നും കോടതി ഉത്തരവുകളെ അവഹേളിക്കാനും ഹിന്ദു സമുദായത്തെ ഭീതിയിലാഴ്ത്താനും വേണ്ടി നടന്ന ആസൂത്രിത നീക്കമാണെന്നും സുരേന്ദ്ര ജെയിൻ കൂട്ടിച്ചേർത്തു. മുമ്പ് സംഭലിനെ മിനി പാകിസ്ഥാൻ എന്നാണ് വിശേഷിപ്പിച്ചിരുന്നതെന്നും അതിന് കാരണം സംഭലിലെ ദുഷ്ടശക്തികളാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. क्या बदला हुआ, क्या चीज रुकी ये पता नहीं, लेकिन संभल की जनता को झेलना पड़ा। जो दंगा वहां पर हुआ वो दंगे और न हो, यह सुनिश्चित करने का काम उत्तर प्रदेश सरकार, हमारी उत्तर प्रदेश सरकार से अपील है, इन सब लोगों को विलंब गिरफ्तार करें, इन्हें कठोर से कठोर सजा दें और ऐसी व्यवस्था करवाएं कोई और दंगे करने का सोच भी ना सके और कोई राजनेता इनको संरक्षण देने का साहस न करे. സംഭൽ കലാപത്തിൽ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് സമാജ്വാദി പാർട്ടിയെ പ്രതിരോധത്തിലാക്കുകയാണ്. റിപ്പോർട്ടിൽ പരാമർശിക്കുന്ന സമാജ്വാദി പാർട്ടി നേതാക്കളെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരണമെന്ന നിലപാടാണ് വിശ്വ ഹിന്ദു പരിഷത്ത് മുന്നോട്ട് വയ്ക്കുന്നത്. ജനം, ഡൽഹി.